നമുക്കിന്നൊരു ഹെൽത്തി പുട്ടുണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ കണ്ടോ ബജ്റായുടെ പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. മില്ലറ്റ്സ് കഴിക്കാൻ പറയില്ല ഡോക്ടർമാരൊക്കെ. ഒരു 50 വയസ്സിനാണ് എടുത്തത്. അതിനായിട്ട് നമ്മളിത് കണ്ടോ ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് തേങ്ങയ്ക്ക് പകരമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കണ്ടോ പൊട്ട് മിക്സ്, അതായത് നമ്മൾ സാധാരണ അരി പൊടി കൊണ്ട് കുഴയ്ക്കുന്ന പോലെ ജീരകവും ഉപ്പും വെള്ളവും ചേർത്ത് പൊടി ഇങ്ങനെ നനച്ച് വെച്ചാണ് ഒരു മണിക്കൂർ മുമ്പ്. അങ്ങനെ തേങ്ങ ചേർക്കുന്ന പോലെ ക്യാരറ്റ് ചേർത്തു. അതിനുശേഷം വീണ്ടും ഈ മിക്സ് ബജ്റായുടെ മില്ലറ്റിൽ ഉൾപ്പെടുന്നതല്ലേ, അത് നമുക്ക് കണ്ടോ പാത്രത്തിൽ ആവി കയറി നമ്മൾ എന്നിട്ട് ആ മിക്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ പുട്ട് റെഡിയായി. ഇതുണ്ടോ ഈ പൊട്ട് മിക്സ് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ കുറ്റിയിൽ നിന്ന് തള്ളി എടുക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകുമായിരുന്നേ. അത് കാരണം അത് കാണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇതുണ്ടോ പിന്നീട് നമ്മൾ ഈ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും പൊടി നനച്ചതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുട്ടുണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. കൊളസ്ട്രോളോ ഫാറ്റ് ലിവറോ അങ്ങനെയൊക്കെ ഉള്ള രോഗികൾക്കൊക്കെ ഇത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. ഞാനിത് പപ്പടത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടലക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കുന്നതും നല്ലതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്കിത്